വെൽക്കം ബാക്ക് ഏലിയൻസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പൈടോർച്ച് ആണ്. പൈടോർച്ച് ഡീപ്പ് ലേണിംഗ് ട്യൂട്ടോറിയൽ. അപ്പം നമുക്ക് പൈടോർച്ച് എന്താണെന്ന് നോക്കാം. പൈടോർച്ച് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് ഫ്രെയിംവർക്കാണ്. നമ്മൾ എന്താണ് ഇതിൽ പഠിക്കാൻ പോകണമെന്നും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ പൈടോർച്ച് ഫണ്ടമെൻ്റൽസ് നോക്കും. പൈടോർച്ച് ഓപ്പറേഷൻസ്, ജസ്റ്റ് എന്തൊക്കെ ഓപ്പറേഷൻസും ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെ ചെയ്യാം, അങ്ങനെ കുറച്ച് ഓപ്പറേഷൻസ് നോക്കും. പിന്നെ പൈടോർച്ച് വർക്ക് ഫ്ലോ, പിന്നെ ന്യൂറൽ നെറ്റ്വർക്ക് ക്ലാസിഫിക്കേഷൻ, പിന്നെ കമ്പ്യൂട്ടർ വിഷൻ, പിന്നെ കസ്റ്റം ഡാറ്റ സെറ്റ്, പിന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ചെറിയ മോഡൽ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളും ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞു പോണത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് കോഡ് ചെയ്യും, പിന്നെ എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യും. എക്സ്പെരിമെൻറ്റ്, പിന്നെ വിഷ്വലൈസ്, പിന്നെ ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കാം, കാര്യങ്ങൾ ചോദിക്കാം. എനിക്ക് ഹെൽപ്പ് പേജ് ഞാൻ നൽകുന്നുണ്ട്. ഡു ദ എക്സസൈസ്. ഓരോ പാർട്ടും കവർ ചെയ്യാൻ നേരത്ത് അതിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ കുറേ എക്സസൈസ് തരും. ആ എക്സസൈസ് നിങ്ങൾ ഷെയർ ചെയ്യുക, ചെയ്തു വെക്കുക. എന്നിട്ട് നിങ്ങളെ വർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം ഇതാണ് മെയിൻ കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെ ഇതിലോട്ട് പോകാൻ നോക്കാം. കോഡിങ്ങിനകത്ത് എന്തിനാണ് കോഡ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഫ് ഇൻ ഡൗട്ട് റൺ കോഡ് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോഡ് ചെയ്യുക, റൺ ദ കോഡ്. ഇതാണ് മെയിൻ പറയാനുള്ളത്. പിന്നെ എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെൻറ്റ് ഇൻ മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ലേണിംഗ് ഈസ് വെരി എക്സ്പെരിമെൻ്റൽ. മൊത്തം എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാലേ കാര്യങ്ങൾ മനസ്സിലാവട്ടുള്ളൂ. പിന്നെ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് വിഷ്വലൈസ് മാറ്റ്പ്ലോട്ലിബ്, അതുപോലെ തന്നെ സീബോൺ പോലെയുള്ള ലൈബ്രറീസ് ഉണ്ട്. ഇപ്പം ഇതിട്ട് വിഷ്വലൈസ് നിങ്ങൾ എന്ത് ചെയ്തെന്ന് കളർഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. എല്ലാത്തിലും മെയിനായിട്ടുള്ളതാണ് വിഷ്വലൈസ് ചെയ്താലേ അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ആസ്ക് ക്വസ്റ്റ്യൻസ്, എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഷെയർ വർക്ക്, നിങ്ങൾക്ക് എക്സസൈസ് തരും, അതും ചെയ്യുക. അപ്പം ജസ്റ്റ് പൈടോർച്ച് ഫണ്ടമെൻ്റൽസിലോട്ട് നമുക്ക് പോകാം. പൈടോർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് മെഷീൻ ലേണിംഗ് ഫ്രെയിംവർക്കാണ്. ഡെവലപ്പ് ചെയ്തതാരുമില്ല, നമ്മളെ ഫേസ്ബുക്കാണ്. എന്തിനാണ് നമ്മൾ പൈടോർച്ച് യൂസ് ചെയ്യുന്നത്? പൈടോർച്ച് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ എല്ലാവരും പൈടോർച്ചിന് മുമ്പ് വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ടെൻസർ ഫ്ലോ. എവിടെയും പോയിട്ടില്ല, ടെൻസർ ഫ്ലോ ഉണ്ട്. ടെൻസർ ഫ്ലോ കുറച്ച് നേരത്തേക്ക് ഈ പൈടോർച്ച് വന്നപ്പോൾ ടെൻസർ ഫ്ലോയ്ക്ക് കുറേ കാര്യങ്ങൾ പോയി. ടെൻസർ ഫ്ലോ ആ ടൈമിൽ, പൈടോർച്ച് ഇറങ്ങിയ ടൈമിൽ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. ഡിഫിക്കൽറ്റിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പൈടോർച്ച് നമ്മൾ സെർച്ച് എഞ്ചിനിലൂടെ എല്ലാം സെർച്ച് ചെയ്ത് നോക്കുക, അതാണ് മെയിനായിട്ടുള്ളത്. പൈടോർച്ച് vs TensorFlow in before പൈടോർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ നോർമൽ പൈതൺ മാതിരി വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ടെൻസർഫ്ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ഈ പൈടോർച്ച് വരുന്നതിന് മുമ്പ് വരെ നമുക്കത് റൺ ചെയ്യാനൊക്കെ ഈഗർ അല്ലായിരുന്നു. പൈടോർച്ച് എന്ന് പറഞ്ഞാൽ, ടെൻസർഫ്ലോ എന്ന് പറഞ്ഞാൽ ഈഗർ അല്ലായിരുന്നു. അതൊരു ഗ്രാഫ് ബേസ്ഡായിരുന്നു. അതായത് നമ്മൾ റൺ ചെയ്യാനും കാര്യങ്ങൾക്കും കുറേ കോൺഫിഗറും കാര്യങ്ങളും ചെയ്യണം. ബട്ട് പൈടോർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ നോർമൽ പൈതൺ മാതിരി അങ്ങ് ജസ്റ്റ് ഈസി, വളരെ എളുപ്പമുള്ള കാര്യം, ജസ്റ്റ് ഏറ്റവും ഈസിയുള്ള സാധനമാണ് പൈടോർച്ച്. അപ്പോൾ നമ്മൾ ടെൻസർഫ്ലോയിൽ ഗ്രാഫ് ബേസ്ഡ് ടെൻസർഫ്ലോ ചെയ്യുമ്പം വളരെ ഫാസ്റ്റ് ടൈം എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഇഷ്ടംപോലെ കോഡ് എഴുതേണ്ടി വരുന്ന കാര്യങ്ങൾ നമ്മൾ പൈടോർച്ചിൽ വരാൻ നേരത്ത് കുറച്ചേ ഉള്ളൂ.
അതാണ് പൈടോർച്ചും ടെൻസർഫ്ലോയും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ്. ബട്ട് ഇപ്പോൾ പൈടോർച്ചും ടെൻസർഫ്ലോയും സെയിം ആണ്. പൈടോർച്ച് ടെൻസർഫ്ലോ ഈഗർ കൊണ്ടുവരുന്നതിന് മുമ്പ് വരെ ഈ നമ്മളുടെ ടെൻസർഫ്ലോ വളരെ പാടായിരുന്നു. ഈഗർ അല്ലാതെ നമുക്ക് ഈഗറിനും പ്രത്യേകം ഗുണങ്ങളുണ്ട്, ഗ്രാഫിനും പ്രത്യേകം ഗുണങ്ങളുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഗ്രാഫ് തന്നെ വേണം. അതിലോട്ട് തിരിച്ച് നമ്മൾ കൊണ്ടുവരാനാണ് TF ഫംഗ്ഷൻ. നമ്മൾ ടെൻസർഫ്ലോ ഇവിടെ പഠിക്കുന്നില്ല. TF ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഗ്രാഫിലോട്ട് കൊണ്ടുവരണം. ടെൻസർഫ്ലോ 2 ഇറങ്ങുന്നതിന് മുമ്പ് വരെ ടെൻസർഫ്ലോ 2 ഇറങ്ങുന്നതിന് മുമ്പ് പൈടോർച്ചാണ് ബെസ്റ്റ് ആയിട്ടിരുന്നത്. ടെൻസർഫ്ലോ 2 ഇറങ്ങാൻ നേരത്ത് അതും പൈടോർച്ചും ഒരേ ലെവലിലായിട്ടുണ്ട്. ടെൻസർഫ്ലോ 2 ഈഗർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈഗർ വെച്ചിട്ടാണ് ടെൻസർഫ്ലോ 2 വർക്കാവുന്നത്. മൊത്തം നമ്മൾ നോർമൽ പൈതൺ എങ്ങനെ എഴുതുന്നു അതുപോലെ തന്നെ എഴുതാം. വലിയ പാടൊന്നുമില്ല. റൺ ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും കോഡും എല്ലാം കുറച്ചേ ഉള്ളൂ. ടെൻസർഫ്ലോ പൈടോർച്ചും ഇപ്പം അതേപോലെ തന്നെ. അപ്പം പൈടോർച്ചിനെ കുറിച്ച് ഇതാണ് പറയാനുള്ളത്. പൈടോർച്ച് ആരൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ AI പൈടോർച്ചിലോട്ട് വന്നാൽ ഇവിടെ പൈടോർച്ച് കാര്യങ്ങളും പൈടോർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഗ്രികൾച്ചർ കാര്യങ്ങളിൽ പൈടോർച്ച് ഇൻ അഗ്രികൾച്ചർ ഇവിടെ വന്നില്ല. ഇവിടെ അഗ്രികൾച്ചർ കാര്യങ്ങളിലും പൈടോർച്ച് കുറേ കാര്യങ്ങളും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും പൈടോർച്ച് യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. 2017 നമുക്കിപ്പം ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ അവിടെ വരുന്ന കുറച്ച് ഇഷ്യൂസും കാര്യങ്ങൾക്കും മെഷീൻ ലേണിംഗ് AI യൂസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതിലെല്ലാം പൈടോർച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിലും പൈടോർച്ച് ചെടികളുടെ കാര്യങ്ങളൊക്കെ അളക്കാനായിട്ട് നമുക്ക് പൈടോർച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം മച്ചാന്മാരെ, ഇതൊക്കെയാണ് പൈടോർച്ചിൻ്റെ കുറച്ച് ഈസി ആൻഡ് പൈടോർച്ചിനെ കുറിച്ച് ഒന്ന് പുകഴ്ത്തി പറയാനുള്ളത്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരുമില്ല, നമ്മളെ ഫേസ്ബുക്കാണ്. ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് പൈടോർച്ച് യൂസ് ചെയ്യുന്നത്? നമുക്കൊരു മെഷീൻ ലേണിംഗ് മോഡൽ ട്രെയിൻ ചെയ്യിപ്പിക്കാം, ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്യാൻ, ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് പൈടോർച്ച് നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, AI ഫീൽഡിലാണ് പൈടോർച്ച് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് പൈടോർച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള കാര്യത്തിലോട്ട് പോകാം. പൈടോർച്ചിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ടെൻസർ എന്താണെന്ന് അറിയാം. ടെൻസർഫ്ലോ അല്ല, ടെൻസറാണ് ഇത്. ഓട്ടോമാറ്റിക് വാട്ട് ഈസ് ടെൻസർ എന്ന് സെർച്ച് ചെയ്താൽ Tensor is a mathematical object, generalized data structure that extends concept of scalar 0 dimension vector ഉണ്ട്, 1 dimension ഉണ്ട്, 2 dimension ഉണ്ട്. നമ്മൾ 0 dimension, 1 dimension, 2 dimension, but tensor will be 3 dimension. ഒരു 3 dimensional matrix നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടും, അതിൽ ഒരു 3 dimension നമുക്ക് എങ്ങനെ കാണാം, അതാണ് ടെൻസർ എന്ന് പറയുന്നത്. ടെൻസറിന് നിങ്ങൾക്ക് ഡീപ്പായിട്ട് അറിയണമെങ്കിൽ ഇവിടെ ടെൻസറിനെ കുറിച്ച് ബ്യൂട്ടിഫുൾ ബെസ്റ്റ് വീഡിയോ ഫോർ ടെൻസർ എന്താണെന്ന് മനസ്സിലാണെങ്കിൽ ഈ ഒരു വീഡിയോ ഉണ്ടാൽ മതി. ഇങ്ങോട്ട് വന്ന് കാണാം, ബെസ്റ്റ് വീഡിയോ വാച്ചിട്ട്. നമുക്കിത് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങോട്ട് വരാം. നമ്മൾ കോഡിങ് ചെയ്യുന്നതിനകത്താണ് ഗൂഗിൾ കൊളാബ് ബെസ്റ്റ്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളിപ്പം നമ്മൾ പൈടോർച്ച് ചെയ്യാൻ നേരിച്ച് മോഡൽ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ നമുക്ക് NVIDIA GPUവിൻ്റെ ഒക്കെ ആവശ്യം വരും, ക്യൂടെ. അപ്പം നമ്മൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഗൂഗിൾ കൊളാബിൽ ഫ്രീ വിസനുണ്ട്. അപ്പം അത് വെച്ച് നമുക്ക് GPUവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ വന്നതിന് ശേഷം research.googlecolab.com ജസ്റ്റ് ഗൂഗിൾ കൊളാബ് എന്ന് അടിച്ചാൽ മതി. ഗൂഗിൾ കൊളാബ്
ഇവിടെ വന്നതിന് ശേഷം ന്യൂ നോട്ട് ബുക്ക് എടുക്കുക. ഇപ്പം ഈ ഗൂഗിൾ കൊളാബിൽ കുറച്ച് AI ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും യൂസ് ചെയ്യാതെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ നോക്കുക. ഇവിടെ ഒരു AI ഫീച്ചറുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തിടുക. സജഷൻസ് ഇടാൻ നേരത്തെ അത് നോക്കരുത്. ഗൂഗിൾ കൊളാബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജുപ്പിറ്റർ നോട്ട്ബുക്ക് എടുക്കാം. അതിനകത്ത് കുറേ ഇൻസ്റ്റാളേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടും ജസ്റ്റ് കോഡ് ചെയ്യുക. ഇഫ് യു ഡൗട്ട് കോഡ് ഇറ്റ് ഔട്ട് രണ്ട് കോഡ്, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ എക്സ്ട്രാ കരിക്കുലമായിട്ടൊരു കാര്യം തരികയാണ്. എക്സ്ട്രാ കരിക്കുലമായിട്ട് നമ്മൾ എന്താണ് ടെൻസർ എന്ന് പറയുന്ന കാര്യം എക്സ്ട്രാ കരിക്കുലമായി നമുക്ക് ഇവിടെ വന്നതിന് ശേഷം എന്താണ് ടെൻസർ, അതാ ഈ ഒരു വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. കോപ്പി ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. എന്താണ് ടെൻസർ എന്നുള്ള കാര്യം ഇവിടെ നിന്ന് മനസ്സിലാവും. അപ്പം ടെൻസർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കോഡ് ചെയ്യാം. ഐ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.